കഞ്ചാവ് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് കൈവശം വയ്ക്കുന്നതും കൃഷി ചെയ്യുന്നതും കുറ്റകൃത്യവുമാണ്. അവരെ പോലീസും എക്സൈസും അറസ്റ്റ് ചെയ്യുകയും നിയമത്തിന് മുന്നിൽ അവരെ ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ അടുത്തിടെ നാം മാധ്യമങ്ങളിലൂടെ അറിയുന്ന ഒന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ളത്. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്? സാധാരണ കഞ്ചാവ് എല്ലാവർക്കും അറിയാം, അത് വളർത്തിയെടുക്കുന്ന സസ്യം, അത് കൈവശം വയ്ക്കുന്നത് കുറ്റകരവുമാണ്. പക്ഷേ ഹൈബ്രിഡ് കഞ്ചാവോ? അതാണ് ഹൈഡ്രോപോണിക് എന്നൊരു സാങ്കേതിക വിദ്യയുണ്ട് കൃഷിയിൽ. അത് ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്ന കഞ്ചാവിനെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. അതായത് ഇത് മണ്ണിലല്ല കൃഷി ചെയ്യുന്നത്, ലായനിയിലാണ്, വെള്ളത്തിലാണ് ഇതിൻ്റെ വേരുകൾ മുക്കി വയ്ക്കുന്നത്. ആ വെള്ളം എന്ന് പറഞ്ഞത് സമ്പുഷ്ടമായ പോഷക ഘടകങ്ങൾ അടങ്ങിയ വെള്ളമാണ്. അതിങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ട് അതിൽ തന്നെ ഈ വേരുകൾ താഴ്ത്തി വെച്ച് അത് നിയന്ത്രിതമായ രൂപത്തിൽ അതിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി കിട്ടുകയും മറ്റ് വെളിച്ചവും ഒക്കെ കൃത്യമായി കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുമ്പോൾ അതിന് ഗുണനിലവാരം കൂടും. അതുമാത്രമല്ല, ഈ കഞ്ചാവ് ചെടികളിൽ ഗുണനിലവാരമുള്ളതിനെ മാത്രമാണ് പ്രത്യേകം വേർതിരിച്ച് മോഡിഫൈ ചെയ്ത് ജനറ്റിക് മോഡിഫൈഡ് വഴിയുള്ള രീതിയിൽ തന്നെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഹൈഡ്രോപോണിക് കൃഷി രീതിയിൽ കൂടി വളർത്തിയെടുക്കുമ്പോൾ ഇതിന് ഗുണനിലവാരം കൂടുകയും മനുഷ്യനെ മയക്കുന്നതിൻ്റെ അളവ് കൂടും, തീവ്രത. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിലയൊക്കെയാണ്. 1 കിലോയ്ക്ക് ഏതാണ്ട് 60 ലക്ഷം രൂപ വരെ വരും. അതുകൊണ്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവിന് വലിയ പ്രിയമാണ്. പക്ഷേ അതിൻ്റെ വളർത്തിയെടുക്കുന്ന രീതി കൂടുതൽ ദുഷ്കരവുമാണ്. പക്ഷേ ആ രീതി ഇതാണ്: മണ്ണില്ലാതെ കൃഷി ചെയ്ത് ലൈനിൽ കൂടി പോഷകാംശം കടത്തിവിട്ട് വേരുകൾ താഴ്ത്തി വെച്ചാണ് അത് കൃഷി ചെയ്യുന്നത്. അതാണ് അതിന് ഇത്രയും ശക്തി പകരുന്നത് ആ കഞ്ചാവ് ചെടിക്ക്.